എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഗാർലിക് ബ്രെഡിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6 സ്ലൈസ് ബ്രെഡ്, 5 ടേബിൾ സ്പൂൺ ബട്ടർ, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, 2.5 ടേബിൾ സ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 3 സ്ലൈസ് ചീസ്. ഇത്രയുമാണ് ഗാർലിക് ബ്രെഡിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ആദ്യം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരളവിൽ നമുക്ക് 5 സെറ്റ് ഗാർലിക് ബ്രെഡ് വരെ ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഗാർലിക് ക്രഷ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തും എടുക്കാം. അടുത്തതായിട്ട് മല്ലിയില ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഒറിഗാനോ. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ബ്രെഡിൻ്റെയും ഒരു സൈഡിൽ മാത്രമാണ് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 സ്ലൈസ് ബ്രെഡിലും നമ്മളിത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഒരു സ്ലൈസ് ബ്രെഡ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത സൈഡ് നമുക്ക് പാനിലോട്ട് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഈ ബ്രെഡിന് മുകളിലോട്ട് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് മുകളിലോട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒരു സെറ്റ് ഗാർലിക് ബ്രെഡ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരണം. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ഗാർലിക് ബ്രെഡ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. 2 സൈഡും നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റ് ഗാർലിക് ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിനിറ്റ് നേരത്തോളം ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടല്ലോ, അപ്പോൾ അടുത്ത സെറ്റും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാനിത് ചീസി ഡിപ്പിനൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. ചീസി ഡിപ്പിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.